ശ്രീ ഷാൻ, ഇപ്പോൾ മുണ്ടക്കയിൽ നിന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഒരു അവിടുത്തെ ട്രീ വാലി റിസോർട്ടിലെ സനൽ എന്ന് പറയുന്ന ഒരു യുവാവിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട് അവിടെ അടുത്താണ്, വീട്ടുകാർ സുരക്ഷിതരാണ്. പക്ഷേ അവിടേക്ക് ഓടി വന്ന ബന്ധുക്കളിൽ കൂട്ടുകാരിൽ പലരും സ്വന്തം വീട്ടിലെ പലരും നഷ്ടപ്പെട്ടവരാണ്. അവരെയൊക്കെ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ, ഭക്ഷണം കഴിക്കുന്നതിനെ പോയിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ അവിടെയുള്ള ഇപ്പോൾ രക്ഷാപ്രവർത്തകർ രക്ഷിച്ചു കൊണ്ടുവരുന്നവർക്കടക്കം അങ്ങനെ നഷ്ടപ്പെട്ടു പോയവരുടെ വലിയ വേദനയും കൂടി പേറുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ അവരോടൊക്കെ ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എത്ര പേരാണ് എന്ന് ചോദിച്ചറിയുക പോലും ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ്. എന്നിരുന്നാലും അതൊക്കെ വെളിവാക്കുന്നത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയാണ്. അതെ, അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഒരു നേരത്ത് രാവിലെ രമേശ് സൂചിപ്പിച്ചത് പ്രകാരമാണെങ്കിൽ ആദ്യത്തെ ഒരു ചെറിയ ഉരുൾപൊട്ടൽ 12:30 ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറുകയും മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ഇപ്പോൾ സുരക്ഷിതനായി ഒരു കേന്ദ്രത്തിൽ ഉണ്ട്. ചുരൽമലയിലെ ഒരു പള്ളിയിൽ അഭയം തേടിയിരിക്കുകയാണ് പകൽ മുഴുവൻ. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ്, വളരെ ഭീകരമായ ഒരു ഉരുൾപൊട്ടലായിരുന്നു. അത് നേരിട്ട് കണ്ടു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അതിന്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തോടൊപ്പമുള്ള പലർക്കും അവരുടെ ബന്ധുക്കളെയും അതുപോലെ അയൽവാസികളെയും ഒക്കെ നഷ്ടമായ കാര്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഒരുപാട് കോളുകൾ, ഇപ്പൊ നേരത്തെ സംഷാദും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകരൊക്കെ സൂചിപ്പിച്ചതുപോലെ മുണ്ടക്കൈ ഭാഗത്തുള്ള ഈ അമ്പലവും പള്ളിയും സ്കൂളുമെല്ലാം സ്ഥിതി ചെയ്തിരുന്ന ഭാഗത്ത്, അവിടെയാണ് ഏറ്റവും കൂടുതൽ റെസ്ക്യൂ പ്രവർത്തനം വളരെ ദുഷ്കരമായി ഇപ്പോഴും തുടരുന്നത്. അല്പം മുമ്പ് വന്ന ഒരു PRDയുടെ ഒരു അറിയിപ്പ് അനുസരിച്ച് മുണ്ടക്കൈ പള്ളിക്ക് സമീപത്തെ തകർന്ന നിലയിലുള്ള വീട്ടിൽ ഒരാളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ അങ്ങോട്ട് തിരച്ചിൽ വ്യാപിപ്പിച്ചു. ഈ വൈകിയ വേളയിലും ഈ രാത്രിയിലും അവിടേക്ക് തിരച്ചിൽ നടത്തുന്നു എന്നുള്ള അറിയിപ്പും വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജീവന്റെ തരി എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ രക്ഷാകരങ്ങൾ അവിടേക്ക് കൂടി നീളുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. നേരത്തെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരുന്നു, ഇരുട്ട് വീഴുന്നത് സമയത്ത് രക്ഷാദൗത്യം ദുഷ്കരമായിരിക്കും, അവരുടെ ഈ രക്ഷാപ്രവർത്തകരുടെ കൂടി ജീവൻ അപകടത്തിലാവാനുള്ള സാധ്യത അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ട് ഒരു ജീവന് വേണ്ടി അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന രക്ഷ കാത്തിരിക്കുന്ന ആളുകൾക്കരികിലേക്ക് ഇപ്പോൾ സൈന്യം എത്തുന്നു എന്നുള്ള വലിയ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്.